ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. അനിർവിണഃ സ്ഥവിഷ്ഠോ ഭൂ ധർമ്മയൂപോ മഹാമഖ. നക്ഷത്രനേമിർനക്ഷത്രീ ക്ഷമഃ ക്ഷാമഃ സമീഹന. അനിർവിണ, ഖേദമില്ലാത്തവനാരോ അവൻ. കാമങ്ങൾ നിറവേറാനാവാതെ ദുഃഖിതരാകുന്നവരാണ് മനുഷ്യർ. ഭഗവാൻ ഷഡ്ഗുണസമ്പന്നൻ, സങ്കല്പമാത്രയിൽ സർവ്വതും നിറവേറ്റുന്ന സിദ്ധൻ. അതിനാൽ ഭഗവാന് ഒന്നിലും ഖേദമില്ല. ഖേദത്തിന് അവിടെ സ്ഥാനമില്ല. അതിനാൽ അനിർവിണൻ. സ്ഥവിഷ്ഠ, അത്ഭുതകരമായ സ്ഥൂലതയോടെ വർത്തിക്കുന്നവൻ. വിരാട് സ്വരൂപനാണ് ഭഗവാൻ. അവിടുത്തെ ശിരസ് ഭൂലോകവും, കണ്ണുകൾ സൂര്യചന്ദ്രന്മാരും, ചെവികൾ ദിക്കുകളും, വാക്ക് വേദങ്ങളും, പ്രാണൻ വായുവും, ഹൃദയം ഈ ജഗത്തും ആണ്. ഭഗവാന്റെ പാദങ്ങളിൽ നിന്നത്രേ ഭൂമി ഉദ്ഭവിച്ചത്. ഭഗവാന്റെ വിശ്വരൂപ ദർശനം ലഭിച്ച അർജുനന്റെ ഭയസംഭ്രമങ്ങളും സ്മരിക്കുക. അഭു, ജനന മരണങ്ങൾ ഇല്ലാതാക്കുന്നവൻ. ഭഗവാൻ അനാദിയാണ്, ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ശാശ്വതനായി അവിടുന്ന് മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ. ശരണാഗതിയാകുന്നവരെ നയിച്ച് മോക്ഷപദത്തിലെത്തിക്കുന്നതിനാലും അഭു. ധർമ്മയൂപ, ധർമ്മങ്ങളുടെ യൂപം. യജ്ഞമൃഗത്തെ കെട്ടുന്ന സ്തംഭമാണ് യൂപം. അതുപോലെ ധർമ്മം ഭഗവാനിലാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ധർമ്മം ആചരിക്കുന്ന ഒരാളെ ധർമ്മം തന്നെയാണ് സംരക്ഷിക്കുന്നത് എന്ന് പറയുന്നു. മഹാമഖ, മഹത്തായ യജ്ഞമായി സ്ഥിതി ചെയ്യുന്നവൻ. യജ്ഞം എന്നാൽ ഭഗവാൻ തന്നെ. യജ്ഞത്തിൻ്റെ ലക്ഷ്യമെന്താണ്? മനഃശുദ്ധി വരുത്തി മോക്ഷത്തിന് യോഗ്യരാക്കുക. അതിനാൽ മഹത്തായ സംരംഭമാണ്. ഏതു ദേവതയുടെ രൂപത്തിൽ ഹവിസ് സ്വീകരിക്കുന്നതും ഫലം തരുന്നതും ഭഗവാൻ തന്നെ. നക്ഷത്രനേമി, ജ്യോതിശ്ചക്രത്തിൻ്റെ പട്ടയായി നിൽക്കുന്നവൻ. താരാഗ്രഹങ്ങളെയും ആവാഹ പ്രവാഹ വായുക്കളെയും നിലനിർത്തിയും ബന്ധിച്ചു നിർത്തിയും സർവ്വതിൻ്റെയും കേന്ദ്രമായി നിൽക്കുന്ന ഭഗവാൻ നക്ഷത്രനേമി. നക്ഷത്രി, നക്ഷത്രങ്ങൾ ഉള്ളവൻ. ചന്ദ്രനെ നക്ഷത്രങ്ങൾക്ക് നായകനായി പറയുന്നു. ഞാൻ നക്ഷത്രങ്ങളിൽ ചന്ദ്രനാണ് എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. നക്ഷത്രാണാമഹം ശശി. ക്ഷമ, ക്ഷമിക്കുന്നവൻ, സമർത്ഥൻ. എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടെ ഏർപ്പെടുന്ന അവിടുന്ന് അതുല്യമായ കാര്യക്ഷമതയോടെയാണ് പ്രപഞ്ചം പരിപാലിക്കുന്നത്. ഭക്തരുടെ ഏത് അപരാധവും കരുണാമയനായ അവിടുന്ന് പൊറുക്കുന്നു. ക്ഷമയിൽ ഭൂമിക്ക് തുല്യനായിരിക്കുന്നു ശ്രീരാമൻ എന്നാണ് വാത്മീകി പാടിയത്. ക്ഷാമ, ക്ഷയിപ്പിക്കുന്നവൻ, ക്ഷാമമില്ലാത്തവൻ. പ്രളയകാലത്ത് സർവ്വതിനെയും തന്മാത്രകളായി മാറ്റി തന്നിൽ നിലനിർത്തി സമയമാവുമ്പോൾ വീണ്ടും സൃഷ്ടിക്കുന്നു. ഭഗവാൻ സദാ ആത്മഭാവത്തിൽ ഗുണാതീതനായി നിലകൊള്ളുന്നു. മഹാപ്രഭുവും മഹാഭോഗനും മഹാധനവാനുമായ അവിടത്തേക്ക് ഒന്നിനും ഒരു ക്ഷാമവുമില്ലാത്തതിനാലും ക്ഷാമ. സമീഹന, ഉചിതമായി ഇച്ഛിക്കുന്നവനും പ്രവർത്തിക്കുന്നവനും ആരോ അവൻ. ശുഭകരമാണ് ഭഗവാന്റെ സങ്കല്പങ്ങൾ. സൃഷ്ടിയുടെ നന്മയും പരിണാമവുമാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അതിനായി വേണ്ടും വിധം പ്രവർത്തിക്കാനും അവിടത്തേക്ക് അറിയാം. അവിടത്തേക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. നമുക്കെല്ലാവർക്കും തെറ്റുമ്പോൾ ശരിയായി വർത്തിക്കുന്നത് ഏതോ അതാണ് ഭഗവാൻ എന്നാണ് നടരാജഗുരു പറയുന്നത്. അനിർവിണ സ്തവിഷ്ഠോ ഭൂ ധർമ്മയൂപോ മഹാമഖ. നക്ഷത്രനേമിർനക്ഷത്രീ ക്ഷമഃ ക്ഷാമഃ സമീഹന. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.